അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യും. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. നമ്മുടെ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ധൂർത്തപുത്രൻ്റെ പുനർവായനയിൽ എന്നെ സ്വാധീനിച്ച ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഒരു കുതിരപ്പവൻ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് എൻ്റെ അടുത്ത്. എന്താണെന്നറിയാമോ? അവൻ തിരിച്ചു വരാൻ തീരുമാനിച്ചതാ. എന്താ അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞെന്ന് നോക്കിയേ. ലൂക്ക 15:18. ഞാൻ എഴുന്നേറ്റ്
എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. അതായത് ഇപ്പോഴും ആളിന് അസ്തമിക്കാത്തൊരു സംഭവമുണ്ട്. വൃത്തപുത്രൻ്റെ ആത്മാവിന് അസ്തമിക്കാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ്. നമ്മൾ എന്ത് പാപാവസ്ഥ, ഇപ്പം എന്തെല്ലാം പാപാവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നു ഇല്ലേ? പക്ഷെ ചില ആൾക്കാർ മാത്രമേ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണുള്ളൂ. എന്താണ്? അവർക്ക് എൻ്റെ അപ്പൻ എന്നെ എപ്പോഴായാലും സ്വീകരിക്കും, എൻ്റെ അപ്പൻ കരുണയുള്ളവനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇനിയുള്ള കാലമെങ്കിലും വിശുദ്ധിയോട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, അപ്പൻ്റെ കൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരാനുള്ളൊരു മനസ്സുണ്ട്. അത് അസ്തമിക്കാത്ത അപ്പൻ്റെ സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്നേഹം അസ്തമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ദൈവവേദനെ നമുക്ക് നമ്മുടെ ആത്മാവിൽ അസ്തമിക്കാതിരിക്കേണ്ട ഒരു കാര്യം അപ്പനെക്കുറിച്ചുള്ള സ്നേഹം, അപ്പൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ വെച്ച് അസ്തമിക്കുന്നുവോ അപ്പം നമ്മൾ അസ്തമിച്ച് തിരികെയുള്ളൂ. ഈ ധൂർത്തപുത്രൻ്റെ ഒരു വിജയവതാണ്. അവൻ ഏതവസ്ഥയിലാണെങ്കിലും അപ്പൻ്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ലാത്ത ആത്മാവ്, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുള്ള ആത്മാവ്, തിരിച്ചു വരാൻ ഒരു ബാല്യമുള്ള ആത്മാവ്. അവൻ എഴുന്നേറ്റെന്ന് പറയണം, അല്ല നിരങ്ങി തീട്ടിവിടുകയല്ല. അവൻ എഴുന്നേറ്റ്. അപ്പൻ്റെ സ്നേഹമാണ്, അവൻ്റെ ആത്മവിശ്വാസമാണ് അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ കാരണം. ഇതിലെ നീയും ഏതെങ്കിലും ഒരു തിന്മയിൽ വീണ് കിടക്കുകയാണെങ്കിൽ നീ എഴുന്നേക്കാൻ നോക്കണം. അപ്പൻ്റെ സ്നേഹത്തിലെ അസ്തമിക്കാത്ത സ്നേഹം, നിൻ്റെ ആത്മാവിലുള്ള അപ്പൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് നീ എഴുന്നേൽക്കണം. അതല്ല പിന്നീട് എന്താ? വൃത്തപുത്രൻ നല്ലവരാണെന്ന് ഞാൻ പറയും. അവന് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ കാലഹരണപ്പെട്ടു പോയൊരു ക്വാളിറ്റീസ് ഉണ്ട്. ആത്മാവിൻ്റെ ഗുണങ്ങൾ മനുഷ്യരാശിയിൽ കാലഹരണപ്പെട്ടു പോയ ആത്മാവിൻ്റെ ഗുണങ്ങൾ ഉള്ളൊരു വ്യക്തിയാണ്. എന്താ അയാൾക്ക് ദുരഭിമാനമില്ല. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മനുഷ്യനെ പിശാച് പൂർണ്ണമായി ആവേശിച്ച് കഴിയുമ്പോൾ, അടിമയാക്കി കഴിയുമ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു ബോധമാണ് ദുരഭിമാനം. ഇത് ജോസഫിൻ്റെ വേർഷനാണ്. നിങ്ങളെല്ലാതിൻ്റെ മുഴുവനായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ ദുരഭിമാനം ഭയങ്കരമാണ്. എന്താ കഴിഞ്ഞാൽ പണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് 18 വയസ്സുണ്ടാകുമല്ലോ, 18, 17 ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഒരു പഴുതാര മീശയൊക്കെ വെച്ച് ഒരു മുളുകാനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു അവരാരോ ബുദ്ധിജീവിയാണെന്ന് തോന്നും. പിന്നെ ആൾക്കാരെന്നാ ചെയ്യണം? വ്യത്യസ്തനാകാൻ വേണ്ടി നോക്കും. ഇപ്പം എല്ലാവരും പള്ളിയിൽ പോണ്, ഞാൻ പള്ളിയിൽ പോകണില്ല, അപ്പം ഞാൻ വ്യത്യസ്തനായി. എന്തെല്ലാം കുതറത്തരമാണ് മനുഷ്യൻ ഈ വ്യത്യസ്തനാകാൻ വേണ്ടി കാണിക്കുന്നത്. അതുപോലെ ഒരു വാദമാണ് നിരീശ്വരവാദം. എല്ലാവരും വിശ്വസിക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനായി. എന്നിട്ട് ഈ ബുദ്ധിജീവികളെ പോലെ ഓരോരോ എവിടെയെങ്കിലും നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് മറ്റുള്ള ഇവൻ്റെ ഈ ഇരുട്ടിൻ്റെ കാലത്ത് ഇവൻ മറ്റുള്ളവരുടെ വിശ്വാസം കളഞ്ഞെടുക്കും. കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വെറും ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും. എൻ്റെ ദൈവപൈതലേ, ദൈവത്തെ കാണാതെ കർത്താവ് എന്താ പിരിയുമ്പോൾ പറയണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എനിക്കാ ഭാഗ്യം ഇല്ലാതെയായിപ്പോയി. ഞാൻ ഇന്ന് ചില അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ കണ്ടത് വലിയ അനുഗ്രഹമായിപ്പോയി. അതിൻ്റെ പേരിൽ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഉടമ്പടി തന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ കുടുംബത്തിൽ ജീവിത വിശുദ്ധീകരണവും സുവിശേഷ സാക്ഷ്യം സംഭവിച്ചു. പക്ഷെ എന്നാലും കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയം, ആ ഫസ്റ്റ് ലെവലുണ്ടല്ലോ, കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിക്കണ ഒരു കോടിക്കോടി തലമുറകളുണ്ട് ഇവിടെ. അവരൊക്കെ ഈശോ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അവസാനം അവരെ ബ്ലെസ് ചെയ്തിട്ടുകൊണ്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്യണത്. വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞു. അത് വല്ലാത്ത പറച്ചിലാണ്. നീ അവനെ അവസാനം ഈശോ ബ്ലെസ് ചെയ്യണത് ആരെയാണ് ബ്ലെസ് ചെയ്യണത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും പറഞ്ഞ് അവൻ മറഞ്ഞു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള എന്താണ്? കാണാതെ വിശ്വസിക്കുന്നവർക്കെല്ലാം ഞാൻ വീണ്ടും വരുമ്പോൾ കാണാമെന്നും പറഞ്ഞാൽ ഞാൻ പോണത്. അപ്പം ആ ഒരു ചിലർ ഈ കാണാതെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് ഈശോ അവസാനം പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസം ഉള്ളിലുണ്ടാവും, പക്ഷേ താൻ വ്യത്യസ്തനാകാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വിശ്വാസം തള്ളിപ്പറയും. പിന്നെ കച്ചവടക്കാരും വിശ്വാസം തള്ളിപ്പറയും. ഓട്ടോറിക്ഷക്കാരും ചില ആൾക്കാർ എല്ലാ ദൈവങ്ങളെയും വെച്ചേക്കല്ലേ.
ഏത് ദൈവങ്ങളായാലും കുഴപ്പമില്ല, എൻ്റെ വണ്ടിയൊക്കെ അറിയാൻ മതി എന്നുള്ള അത് കച്ചവടമാണത്. അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. ഇപ്പം സിനിമാടന്മാരും പാട്ടുകാരും ഒക്കെ ദൈവത്തെ തള്ളി പറയുന്നവരുണ്ട്. എന്നിട്ട് എല്ലാ ഡയറക്ടേഴ്സ് എവിടെ നിന്നാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവരേക്ക് ചാഞ്ഞ് നിൽക്കും. കച്ചവടമാണ്. കച്ചവടം ചെയ്യുന്നവരുടെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ നിസ്സാര പ്രലോഭനമൊന്നും അല്ലത്. തങ്ങളുടെ മറ്റുള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സ്വീകാര്യമാകാൻ വേണ്ടിയും അതിൻ്റെ ലാഭവിഹിതം കിട്ടാൻ വേണ്ടിയും ദൈവത്തെ തള്ളി പറയുന്ന ആൾക്കാരുണ്ട്. അത് അവന്മാർ പറയുന്ന അവന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ദൈവത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞ് ചില ആൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? തങ്ങൾ തള്ളിപ്പറഞ്ഞതല്ലേ ഇനി തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, എടാ ഞങ്ങൾ അന്ന് നിന്നോട് പറഞ്ഞില്ലടാ, ഇപ്പം നാണം കെട്ട് നീ തിരിച്ചു വരേണ്ടി വന്നില്ലേ എന്ന് പറയുമ്പോൾ അവർ ക്ഷീണം. അതിനെന്തേ അവൻ ദുരഭിമാനം കൊണ്ട് ചൂണ്ട ഈ ദുരഭിമാനി എന്ന് പറഞ്ഞാൽ ചൂണ്ടയെ പിടിച്ച മീനിനെ പോലെയാണ്. ചൂണ്ട കൊളുത്ത് ദുരഭിമാനം ചൂണ്ടയാണ്. അതാ അവനെയും കൊണ്ട് പോകത്തുള്ളൂ. ചില ആൾക്കാർ ഇടവപ്പള്ളിയിൽ പണ്ട് ഇടവപ്പള്ളി കയറത്തില്ല, അവിടെ ഈശ്വരവാദിയായിട്ട് അഭിനയിക്കും. പക്ഷേ ഉള്ളിൽ വിശ്വാസമുള്ളതുകൊണ്ട് വേറെ പള്ളികളിൽ പോയി കയറും. എല്ലാം ദുരഭിമാനത്തിൻ്റെ വിഷയമാണ്. ചില പ്രഖ്യാപിത നിരീശ്വരവാദികൾ ഭർത്താവ് പള്ളിയിലൊക്കെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രി ഭാര്യ പറയും, പിന്നെ എന്നെ പഠിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും വരണ്ട, ഞാൻ ആ സൈസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവൻ പോക്കരായിട്ട് ജീവിക്കും, അതിൽ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു സ്വന്തം നിലപാടെടുക്കുന്നതാണ്. കുടുംബം കലക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷെ വിശ്വാസിയായ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല വിശ്വാസ കരളുറപ്പുണ്ടെങ്കിൽ അവൻ്റെ അഭ്യാസമൊന്നും നടക്കത്തില്ല. അവളും പ്രാർത്ഥിച്ചും പരിശീലിപ്പിച്ചും പതുക്കെ കൊണ്ടുവരും. അത് ഓരോ കുടുംബങ്ങളിലൊക്കെ നിൽക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? അവിടുത്തെ അമ്മമാരുടെ വിശ്വാസമാണത് പിടിച്ചു നിർത്തുന്നത് ആ കുടുംബത്തെ. പക്ഷേ ഈ ധൂർത്തപ്പത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. എൻ്റെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാനോ എന്ന് പറഞ്ഞില്ലേ, ഞാനോ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു, എൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് എൻ്റെ പ്രാർത്ഥിക്കാനുള്ള ചൈതന്യവും പോയി, വിശ്വാസവും പോയി, ദൈവവും പോയി. എനിക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാലും പറയാൻ പോലും ആരില്ലാതെ ഇപ്പം ഞാനോ അതാണ് അർത്ഥം. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. എന്നാൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഏറ്റുപറച്ചിൽ കണ്ടില്ലേ. അപ്പോൾ ദുരഭിമാനം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ദൈവത്തിൽ നിന്ന് അകന്നും പ്രാർത്ഥിക്കാതെയും, പണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല, ഈ കഴിഞ്ഞ ഇടവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല, ഞാനിനി പ്രാർത്ഥിച്ച അമ്മയെ ചോദിക്കത്തില്ലേ, എടാ ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞില്ലടാ എന്ന് ചോദിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് എന്താണെന്നറിയാമോ, എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യ വിശ്വാസങ്ങളൊന്നും സ്വീകാര്യമല്ല മോനെ. എന്താ കാര്യം അറിയാമോ? ഈ രഹസ്യ വിശ്വാസക്കാർ കാപട്യ വിശ്വാസക്കാരാണെന്നുള്ളത് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ ഉദ്ദേശിക്കുന്നവൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം, അപ്പോൾ എൻ്റെ സുഖസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയുക. അപ്പം രഹസ്യവിശ്വാസം ദുരഭിമാനം മൂലമാണ് നീ രഹസ്യവിശ്വാസം ആചരിക്കണം എന്ന് ഓർക്കണം. ഈ നോൻപ് കാലം എല്ലാ ദുരഭിമാനവും വിട്ടിട്ട് ദൈവത്തിലേക്ക് ദൂരത്തപ്പുറത്ത് തിരിച്ചു വന്നിട്ട് അവൻ്റെ ആശ്രയത്തിൽ മുഴുകേണ്ട ഒരു കാലമാണ്. എൻ്റെ പേര് സുനിത. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് കാക്കനാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് കാക്കനാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് സുനിത. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് ജനുവരി 11 2023 എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ കുഞ്ഞ് 2022 ജൂൺ മാസം 6 മുതൽ അവന് തീരെ സുഖമില്ല, പനിയും ചുമയുമായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന കുഞ്ഞിനെ ഒരു 7 മാസത്തോളം ഡോക്ടർമാരെ മാറി മാറി കാണിക്കുകയും അവന് വേണ്ട ചികിത്സ നൽകിയെങ്കിലും അവന് അസുഖം വിട്ടു മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ലോട്ടറി വിൽക്കുകയാണ് എൻ്റെ അച്ഛൻ. അവിടെ റോട്ടിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി കൃപാസനം മാതാവിൻ്റെ പത്രം കൊണ്ടുവന്ന് തന്നു. ഇതിനു മുമ്പ് ഞാൻ ഈ വഴിക്ക് പലതവണ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ പള്ളിയിലോട്ട് കയറുവാനോ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ പത്രം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ വേഗം വന്നത്, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നി ഞാൻ ഈ പത്രം വാങ്ങിക്കുകയും അതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്ന് രാത്രി എൻ്റെ കുഞ്ഞിന് പിന്നെയും തീരെ സുഖമില്ലാതെയായി. എന്ത് ചെയ്യണമെന്നും അറിയില്ലാതെ ഞാൻ വാവിട്ട് കരഞ്ഞു. ദൈവങ്ങളെ വിളിക്കാത്ത ദൈവങ്ങൾ എൻ്റെ അറിയാവുന്ന എല്ലാം കുഞ്ഞിലെ മുതൽ പള്ളിയെന്നോ അമ്പലമെന്നോ ഒന്ന് വേർതിരിവില്ലാതെ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന ഞാൻ അന്നേ ദിവസം ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല, കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാൻ. അന്ന് രാത്രിയാണ് ഞാൻ ഈ പത്രത്തെക്കുറിച്ച് ഓർത്തത്. അപ്പോൾ ഞാൻ എടുത്ത ആ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ അച്ഛൻ്റെ
ഇവിടുത്തെ നമ്പർ കണ്ടു. ഞാൻ ഉടനെ തന്നെ അച്ഛനെ വിളിച്ചു. പക്ഷേ എനിക്ക് വേഗം തന്നെ അച്ഛനെ കിട്ടി. രാത്രി ഒരു 7 മണി 7:30 എങ്ങാണ്ടായിട്ടുണ്ടാവും ഞാൻ വിളിച്ചപ്പോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞു രാവിലെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. രാവിലെ അച്ഛനെ വിളിച്ചു. ഉടനെ തന്നെ അച്ഛനെ കിട്ടി. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കൊച്ചിന് സുഖമില്ല എന്ന് പ്രാർത്ഥനയിൽ കൊച്ചിനെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു പേരെന്താ, എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ച വരാമെന്ന് അച്ഛനോട് പറഞ്ഞെങ്കിൽ അച്ഛൻ പറഞ്ഞു ക്രിസ്മസ് ഒക്കെയാണ്. ഡിസംബർ 23 ആയിരുന്നു ഞാൻ അച്ഛനെ വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞായറാഴ്ച ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവധിയായിരിക്കും, പിന്നെ ഒരു ഇട ദിവസങ്ങളിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മകളെ വിളിച്ച് പറഞ്ഞു. മകളുടെ കുഞ്ഞാണ് എൻ്റെ അടുത്തുള്ളത്. മകളെ വിളിച്ച് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു അമ്മ എനിക്ക് ലീവില്ല, ഞാൻ ജനുവരി 10 എനിക്ക് ലീവുള്ളൂ, അന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 11 രാവിലെ എൻ്റെ മോൾ ഇവിടെ വന്നു. ബാംഗ്ലൂരാണ് എൻ്റെ മോൾ ജോലി ചെയ്യുന്നത്. എന്നിട്ട് ഉടനെ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ചേമ്പ് എങ്ങനെയാണോ തളർന്നു കിടക്കുക ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. നല്ല തണുത്ത് വിറച്ച് പനിക്കുന്നൊരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന ഉടനെ ഉടമ്പടി എടുക്കാൻ ഞാനും മോളും കൂടി 2ാമത്തെ നിലയിൽ പോയി. താഴത്ത് എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞില്ല കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ച് താഴെ വന്നപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, പനിച്ച് വിറച്ചിരുന്ന കുഞ്ഞ് എവിടെ പോയി പനിയെന്നറിയില്ല. അതിനുശേഷം ഇന്നത്തേക്ക് 6-7 മാസത്തോളമായി. ഇതുവരെയും എൻ്റെ കുഞ്ഞിന് മരുന്നെന്ന് പറയുന്ന സാധനം ഞാൻ തൊട്ടിട്ടില്ല. ആ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഡോക്ടറുടെ ഒരു അനുവാദം ഒന്നുമില്ലാതെ തന്നെ, ആ മരുന്നില്ലാതെ തന്നെ ആ കൊച്ചിന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അതൊരു 15 വർഷത്തോളമായി, അല്ല 18 വർഷത്തോളമായി. ജോയിൻറ്റുകളൊക്കെ വേദനയാണ്. അത് ആയുർവേദത്തിൽ കാണിച്ചാൽ അവർ പറയും ആമവാദമാണെന്ന് പറയും. അല്ലാത്ത സ്ഥലങ്ങളിൽ കാണിക്കുമ്പോൾ അവർ അതാ പറയുന്നത്. രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ കയ്യും കാലും നടുവൊക്കെ ഇങ്ങനെ കോച്ചി പിടിച്ച് ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ മുക്കി കൈയൊക്കെ നിവർത്താൻ പറ്റത്തുള്ളൂ. അത്രത്തോളം വേദനയായിരിക്കും. കഴിക്കാവുന്ന മരുന്നുകളെല്ലാം കഴിച്ചു, ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ആരെന്ത് പറഞ്ഞാലും എവിടെയാണോ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അവിടെയെല്ലാം ഞാൻ പോയി കാണും. ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയെന്ന് വെച്ചാൽ തലയുടെ ഈ ബാക്കിൽ നിന്ന് നടുവിൻ്റെ ഇവിടം വരെ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷനായി എടുത്ത് വരുമ്പോൾ ഒരു 100 ചില്ലാനും കുത്തെങ്കിലും അവിടെ നിന്ന് ഇവിടം വരെ എന്നെ കുത്തിയിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ ചെയ്തു, എനിക്ക് മാറിയില്ല. ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു 15 വർഷത്തോളം ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഡിപ്രഷൻ പോലെ വരുമായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ല. മരുന്നില്ലാതെ എനിക്കൊരു ദിവസം പോലും ഉറങ്ങാൻ കഴിയില്ല. മരുന്നില്ലാതെ വേദന സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു രാത്രി എങ്ങാനും മരുന്ന് തീർന്നു പോയാൽ ഒരു 12 മണിക്കുള്ളിലെങ്കിലും എനിക്ക് രാത്രി ഡോക്ടറെ പോയി കണ്ടിരിക്കണം. ഇന്ന് പോട്ടെ നാളെ നേരം വെളുപ്പിക്കാമെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. അന്ന് രാത്രി തന്നെ വല്ലാത്തൊരവസ്ഥയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ദേഷ്യം വരും, സങ്കടം വരും. ചിലപ്പോൾ ആത്മഹത്യക്ക് പല തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. ഒരു കാരണവും വേണ്ട. ഒരു 5 വയസ്സായ കുഞ്ഞാണെങ്കിൽ പോലും എന്നെ ഒന്ന് പോയി മാറി നിൽക്കമ്മ എന്ന് പറഞ്ഞാൽ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യും. അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. എന്തിനോടും എനിക്ക് എല്ലാത്തിനോടൊന്നും പറയില്ലാത്തൊരു വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചപ്പോൾ അതും ഞാൻ വെച്ചിരുന്നു. മാതാവേ എനിക്ക് മരുന്നില്ലാതെ ഒരു രാത്രിയെങ്കിലും എനിക്ക് ഉറങ്ങാൻ കഴിയണേന്ന്. ഞാൻ അതിനുശേഷം ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ മരുന്നില്ലാതെ ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി. 2 ആഴ്ചയോളം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ മാതാവിനോട് പരാതി പറഞ്ഞു. മാതാവേ, ഞാൻ കേട്ടത് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാവർക്കും മാതാവ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുവെന്നാണ്. ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ വെച്ച നിയോഗം എനിക്കതാണ്. ഒരു രാത്രി ഇനി എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു രാത്രി അത്രയ്ക്ക് മാത്രം എനിക്കൊന്ന് ഉറങ്ങാൻ എനിക്ക് സാധിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് മാതാവ് എനിക്ക് സാധിച്ചു തരാത്തത് എന്താണെന്ന് പറഞ്ഞ് ഞാൻ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മരുന്നെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ഞാൻ കേട്ടില്ല. പക്ഷെ അന്ന് രാത്രി ഒരു 11 മണി 11:30 ആയപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ കുന്തിരിക്കം, അതായത് ഇപ്പോൾ മാതാവിൻ്റെ രൂപം കൊണ്ടുവരുമ്പോൾ നമ്മൾ കുന്തിരിക്കം കത്തിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സ്മെല്ല് വീട് മൊത്തം പരന്നു. പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ മണം എന്ന് ചോദിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ചെന്നിങ്ങനെ നോക്കി. പക്ഷേ എവിടെയും ആ ഒരു ഇത് കണ്ടില്ല. പിറ്റേന്ന് രാവിലെ അതുപോലെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ കുന്തിരിക്കം കത്തിച്ചോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞില്ല, കത്തിച്ചില്ല. എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ നിൻ്റെ കൂടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വന്നിരുന്നു, നീ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഒരടയാളമായിരുന്നു അതെന്ന്. അന്ന് രാത്രി ഞാൻ നന്നായി കിടന്നുറങ്ങി. അതിനുശേഷവും നന്നായി കിടന്നുറങ്ങുന്നുണ്ട്. മരുന്നില്ല. ഈ 6-7 മാസമായിട്ട് ഞാൻ മരുന്ന് കഴിക്കാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡോക്ടറുടെ അനുവാദമില്ലാതെ മരുന്ന് നിർത്തുവാനോ എനിക്ക് സാധിക്കില്ല. പക്ഷേ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, നിർത്തി എന്നുള്ളത്.
അതുപോലെ തന്നെ ഒരു 7 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ എൻ്റെ ഡിസ്ക് 5 ജാമായി പോയി. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഡിസ്ക് ഒന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം നേരം ഇങ്ങനെ നിൽക്കാനോ കുറച്ച് നേരം ഇരിക്കാനോ യാത്ര ചെയ്യാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും കഴിയില്ലായിരുന്നു. വല്ലാതെ വേദനയും ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കൊന്ത ചൊല്ലാനിരിക്കാനോ കുറച്ച് നേരം ഇരുന്ന് ബൈബിൾ വായിക്കുവാനോ ഒന്നും കഴിയില്ലായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു, മാതാവേ നിനക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, അതിന് നീ എനിക്കൊരു വഴി കാട്ടി തരണേന്ന്. ഇന്ന് അതും മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഇന്ന് മുട്ടിപ്പോയി ഇരുന്ന് മുട്ടുകുത്തി തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കിന്ന് ഇരിക്കാൻ, യാത്ര ചെയ്യാം. ഞാൻ ഇപ്പോഴും വണ്ടി ഓടിച്ചാണ് എല്ലായിടത്തും പോകുന്നത്. അതിന് മാതാവ് എനിക്ക് അതിനുള്ളൊരു അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ എൻ്റെ മകൻ ഡിഗ്രി ഫാഷൻ ഡിസൈനിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക. 3-ാം വർഷമായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ആയിരുന്നു എക്സാം. അവൻ എക്സാമിന് പോകാൻ നിന്ന സമയത്ത് അവന് തേച്ച് കൊടുക്കുന്ന ഡ്രസ്സിൽ എൻ്റെ കൈകൊണ്ട് തേപ്പോട്ടി കൊണ്ട് കത്തിപ്പോയി. പക്ഷേ അത് എക്സാമിന് വെക്കുന്ന അവൻ്റെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എക്സാമിന് ഫെയിലാകുമെന്ന് എനിക്കറിയാം. 2-ാം തീയതി ആയിരുന്നു എക്സാം. അന്നേ ദിവസം 1-ാം തീയതി രാത്രി ഞാനിത് തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു, മാതാവേ അന്നേ ദിവസം അവൻ്റെ മുമ്പിൽ വരുന്ന മിസ് ഏതാണെങ്കിലും അത് മാതാവായിരിക്കണം, മാതാവിൻ്റെ ആരുടെ കണ്ണിയിൽ പെടാതെയും അവനെ എക്സാം പാസ്സാക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ മുട്ടിപ്പോയി വന്ന് പ്രാർത്ഥിച്ചു. എക്സാം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അതുവരെ എൻ്റെ ഹസ്ബൻഡിനോടോ മകനോടോ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നിൻ്റെ എക്സാമിന് വെക്കേണ്ട ഡ്രസ്സ് എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയി എന്ന്. മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ ഫുൾ A+ഓടുകൂടി പാസ്സായി 5ാമത്തെ റാങ്കും ലഭിച്ചു. അത് എൻ്റെ ഒരു നിയോഗമാണ്. എൻ്റെ മാതാവ് എന്നെ അതിന് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഫെയിലാകും എന്ന് വിചാരിച്ചതാണ്. അവൻ പോലും വിചാരിച്ചു പാസ്സാവില്ലെന്നാണ്. ഒരു സപ്ലി ഉണ്ടാവില്ലേ, തൽക്കാലം ഒന്ന് പാസ്സായി പോകണമെന്ന് മാത്രമേ എൻ്റെ കുട്ടി വിചാരിച്ചുള്ളൂ. ഞാനും അത്രേ വിചാരിച്ചുള്ളൂ. പക്ഷേ ദൈവം തന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. 5ാമത്തെ റാങ്കുണ്ട് എൻ്റെ മകന്. അത് അതുപോലെ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാടകയ്ക്ക് പോയി താമസിച്ചതാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ 4 പേർക്കും ഈ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം വന്നു. ഫംഗൽ ഇൻഫെക്ഷൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് മാറുന്നില്ല. മാസാമാസം വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ മുഴുവനും കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ എത്ര ഉണക്കി ഉപയോഗിച്ചാലും അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ തുണികളിൽ ഇരിക്കുന്നത് കൊണ്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്കത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, 2 കുട്ടികൾ പഠിക്കുന്നു. ഞാനാണെങ്കിൽ ജോലിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. മാസാമാസം 4 പേര് ഡ്രസ്സുകൾ വാങ്ങി കത്തിച്ച് കളയാമെന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതും ഇവിടെ നിയോഗത്തിൽ വെച്ചൊരു കാര്യമാണ്. അതിനുശേഷം വാങ്ങി വെച്ചിരുന്ന മരുന്ന് ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു അസുഖം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് പോലും ഞങ്ങൾ മറന്നുപോയി. സത്യം പറഞ്ഞാൽ മരുന്ന് കഴിക്കുകയോ ഒന്നുമില്ല. ഈ മരുന്നുകൾ കഴിച്ച് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും വണ്ണം വെച്ച് ഈ സെറോയിഡിന് അടങ്ങിയ മരുന്നുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഓവറായിട്ട് ശരീരത്തിൽ നീരും വണ്ണമൊക്കെ വെച്ച് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അസുഖങ്ങൾ കൊണ്ടുള്ള കുറേ ഇതാണ് ഞങ്ങൾക്ക് മാറി കിട്ടിയത്. അതിന് അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. വേദനകൾ വരുമ്പോൾ വീട്ടിൽ മരുന്നുകളല്ല ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ വേദനയുള്ള സ്ഥലങ്ങളിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അസുഖങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നത്. മരുന്നുകളൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനമാണ്. വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ട ഈ മകള് കൃപകൾ നേടി എങ്ങനെ ഈ അൾത്താരയിൽ വന്ന് നിന്ന് തന്നെ സാക്ഷിയാക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കാണുന്നത്. സുനിത ബാബു എന്ന മകൾ തൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ അസുഖം 7 മാസമായിട്ട് ഇടവിടാതെ പനി, ചുമ, അങ്ങനെ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ മാത്രമേ, അതായത് അഡ്മിറ്റാക്കുക ഓരോ ആഴ്ചയിലും. അങ്ങനെ വരുമ്പോഴാണ് ഈ മകൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ, ഉടമ്പടി എടുക്കാൻ വന്ന ആ നിമിഷം മുതൽ ഇന്ന് വരെ പിന്നീട് ആ കുഞ്ഞിന് അങ്ങനെ ഒരു പനിയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസരമോ ഉണ്ടായിട്ടില്ല എന്ന് നാം കേട്ടു.
15 വർഷമായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരിക. എന്നാൽ 15 വർഷമായിട്ട് മരുന്നെടുക്കാതെ ഉറങ്ങാൻ കഴിയില്ല. മരുന്ന് എടുത്താലും കണ്ണ് തുറന്നിരിക്കുന്ന ഒരവസ്ഥയാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ എത്ര രാത്രികളും പകലും കണ്ണ് ഒരേപോലെ തുറന്നിരിക്കും, ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ നിയോഗവും വെക്കുന്നു. പിന്നീട് മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, സുഖമായിട്ട് ഉറക്കം കിട്ടുന്നു. അതിനുവേണ്ടി അമ്മ ഈ മകളുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അമ്മ ഓർക്കുന്നുണ്ട് എന്ന് അമ്മ നമ്മോട് പറയുകയാണ്. സുഗന്ധ അഭിഷേകം നമുക്ക് തരുമ്പോൾ, ഞാൻ നിന്നെ മറന്നിട്ടില്ല, എൻ്റെ പുത്രനോട് നീ കൊടുത്ത വാക്ക് എൻ്റെ പുത്രൻ്റെ അടുത്ത് ഞാൻ സമർപ്പിച്ച് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതാണ് അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുക. അമ്മയുടെ സാന്നിധ്യം അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ സാന്നിധ്യം. അങ്ങനെ അമ്മ സാന്നിധ്യം കൊണ്ട് ആ വീട് നിറയ്ക്കുന്നു, പരിമളം പരത്തുന്നു, സുഗന്ധ അഭിഷേകമായി ഈ മക്കൾക്ക് കൊടുക്കുന്നു. പിന്നീട് ഈ മകൾ സുഖമായിട്ട് അന്ന് മുതൽ ഉറങ്ങുകയാണ്. മെഡിസിൻ ഇപ്പോൾ എടുക്കുന്നേയില്ല. തൻ്റെ അങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്ന ഈ മകള് ഒന്നും, അതായത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുക. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്ന മകള് ഇന്ന് എത്രയോ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുപോലെ തനിക്കുണ്ടായിരുന്ന സന്ധിവേദന, അതും 18 വർഷമായിട്ടുള്ളതാണ്. അതൊക്കെ ഈ മകളിൽ നിന്ന് മാറിപ്പോവുകയാണ് മരുന്നൊന്നും എടുക്കാതെ തന്നെ. ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൻ്റെ പരീക്ഷയുടെ ആ അവസരങ്ങളിൽ, അതായത് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് അത് ഈ മകൾ അബദ്ധവശാൽ എന്ത് പറ്റി എന്നൊക്കെ നമ്മോട് പറഞ്ഞു. പിന്നീട് ഈ മകൾ ആ ഒരു ദിവസം മുഴുവൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മകൻ്റെ ആ ഡ്രസ്സ് തന്നെയാണ് എക്സാമിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ യാതൊരു മാർക്കും ഉണ്ടാകരുത്, അമ്മ അത് സംരക്ഷിക്കണം. അങ്ങനെ എവിടെയും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതം കൊണ്ട് നാം ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷ്യം വഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞൊടിയിടയിലാണ് അനുഗ്രഹങ്ങൾ, കൃപകൾ വർഷിക്കുക. അതുകൊണ്ടാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുക. അങ്ങനെ 5th റാങ്കാണ് ആ മകന് കിട്ടുക. പരീക്ഷയിൽ തോറ്റുപോകും എന്ന് പറഞ്ഞിരുന്ന ആ കുഞ്ഞിന് 5th റാങ്ക് കിട്ടുന്നു. പിന്നീട് ഈ മകൾക്ക് തന്നെ ഉണ്ടായിരുന്ന മറ്റ് അസ്വസ്ഥതകൾ, ഡിസ്കിൻ്റെ പ്രോബ്ലം, ഇതൊക്കെ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് നാം എല്ലാവരും, നമ്മുടെ ഉടമ്പടി എടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃപകൾ കിട്ടുന്നവരാകണമെങ്കിൽ നാം വിശ്വസ്തരും സത്യസന്ധരുമാകണം ഉടമ്പടിയോട്. ഉടമ്പടി എടുത്തത് കൊണ്ടോ ഉടമ്പടി നേർച്ച വസ്തുക്കൾ നമ്മുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത് കൊണ്ടോ നമുക്ക് കൃപകൾ ലഭിക്കണമെന്നില്ല. നാം അത് നേടുവാനായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കണം, നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്ന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു. ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഈ മകള് അമ്മ കൊടുത്ത കൃപകളുടെ നീണ്ട നിരയാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. നമുക്കും കൃപകൾ നേടുന്നവരാകാം. അതിനായി പ്രാർത്ഥിക്കാം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.